ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് വിമൽ ഭാസ്കരൻ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ ഓൾറെഡി യൂട്യൂബിൽ വന്നിരിക്കുന്നത്. അതായത് ഹെൽമെറ്റുകൾ ഇല്ലാതെ എത്ര പേര് ആക്സിഡൻ്റ് ആകുന്നു. നമ്മൾ പലർക്കും അറിയാം, ഹെൽമെറ്റ് ഇല്ലാണ്ട് സഞ്ചരിക്കുമ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. എങ്കിൽ കൂടി നമ്മൾ ഹെൽമെറ്റ് ഇല്ലാണ്ട്, അഥവാ ഹെൽമെറ്റ് വെച്ചാലും ബക്കിളിടില്ല. ഹെൽമെറ്റ് വെച്ചു, ബക്കിൾ വെച്ചു, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മൊബൈൽ ഉണ്ടാവും. അങ്ങനെ എത്ര പേരുകളാണ് ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതേപോലെ പോവുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ ഒരു വലിയൊരു ആക്സിഡൻറ്റ് നമ്മൾ പോകത്തില്ലേ. നമ്മുടെ കുട്ടികളെ നമ്മൾ വീട്ടിൽ നിർത്തിയിട്ട് അച്ഛനമ്മയും പുറത്ത് പോകാറുണ്ട്. അപ്പോൾ ആ കുട്ടി വിചാരിക്കുന്നത് എന്താണ്, അവൻ്റെ അച്ഛനും അമ്മയും പുറത്ത് പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റുമായിട്ട് വരുമെന്ന്. പക്ഷേ പെട്ടെന്ന് ആ വീട്ടിലോട്ട് ഒരു ഫോൺ കോൾ വരുന്നു. അവൻ്റെ അച്ഛനും അമ്മയും ആക്സിഡൻ്റായി ഒരു ICUവിലാണെന്ന് പറഞ്ഞ് കോൾ വരുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ പോകത്തില്ല ഇതേപോലെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് മാറി ചിന്തിച്ചു കൂടെ? ഹെൽമെറ്റുകൾ വെച്ച് മര്യാദക്ക് റൂൾസ് എല്ലാം പാലിച്ച് നമുക്ക് പോയിക്കൂടെ? നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി. ഞാൻ ഈ യൂട്യൂബിൽ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ വേറൊരു കാരണം കൂടെ ഉണ്ട്. കാര്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോകുന്ന വഴി ഒരു ആക്സിഡൻറ്റ് കണ്ട് ഞാൻ ഇറങ്ങി ചെന്ന് ചോദിച്ചപ്പോൾ ആ പയ്യൻ ഹെൽമെറ്റ് ഇല്ലാണ്ടാണ് വണ്ടി ഓടിച്ചത്. അവൻ്റെ തല നിശേഷം കാണാനില്ല. അങ്ങനത്തെ ഒരു കേസ് വന്നു. അതുകൂടാതെ ഇന്നലെയും കൂടി ഞാൻ പുറത്തു പോണ സമയത്ത് ഒരു പയ്യൻ ഹെൽമെറ്റ് കയ്യിൽ തൂക്കി വൺ സൈഡ് കണ്ട് ബൈക്കും ഓടിച്ച് വൺ സൈഡ് കൊണ്ട് അവൻ്റെ മൊബൈൽ യൂസ് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതേപോലെ പോവുകയാണെങ്കിൽ നാളത്തെ നമ്മുടെ തലമുറ ഇത് ഏത് രീതിയിലാണ് പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വീഡിയോ കാണുമ്പോൾ പല രീതിയിലും തമാശയും സീരിയസും പല രീതിയിലും എടുക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഇത് കണ്ട ഒരു 10 പേരെങ്കിലും മാറിയിട്ട് ചിന്തിച്ച് അതിലൂടെ ആ നിയമങ്ങളെല്ലാം പാലിച്ച് സേഫായിട്ട് പോയി കഴിഞ്ഞാൽ അത് എൻ്റെ സക്സസ് അല്ലേ? ഞാൻ അതുമാത്രമാണ് ചിന്തിക്കുന്നത്. അതുകൂടാതെ ഞാൻ എൻ്റെ റോൾ മോഡലാക്കി വെച്ചിരിക്കുന്നത് എൻ്റെ ഫാദറിനെയാണ്. കാരണം എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ ഫാദർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു പക്ഷേ തെറ്റുകൾ നമ്മുടെ മുന്നിൽ സംഭവിക്കുമ്പോൾ അവർ പോലും അറിയാതെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ 2 തവണ പറഞ്ഞു നോക്കുക. എന്നിട്ടും അവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പറയാൻ പോരുത്. ഈ വീഡിയോ കണ്ട നിങ്ങൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ചുള്ളൊരു കമൻറ്റ് ഇടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനിരിക്കുന്നു.